വിശുദ്ധ മറിയം ത്രേസ്യായുടെയും ധന്യനായ വിധേയത്തിലച്ചൻ്റെയും അനുഗ്രഹാശംസകൾ ഏറ്റുവാങ്ങി 1974 ജൂൺ 8 മേലാർകോട് ഗ്രാമത്തിൻ്റെ മധ്യഭാഗത്ത് ജന്മമെടുത്ത ഹോളി ഫാമിലി സന്യാസ ഭവനം തിരുക്കുടുംബ ചൈതന്യം വിവിധ ശുശ്രൂഷാവേദികളിലൂടെ നിർവഹിച്ച് കുടുംബങ്ങളിൽ കാരുണ്യത്തിൻ്റെ കൈത്തിരി കത്തിച്ച് ദൈവീക അറിവിൻ്റെ നേർവഴികൾ വിരിയിക്കാൻ തുടങ്ങിവെച്ച ഈ ഭവനം ഇന്ന് ഇതിൻ്റെ സുവർണ വഴികളിൽ എത്തി നിൽക്കുമ്പോൾ ആശംസകളോടെ പ്രാർത്ഥനകളോടെ അനുഗ്രഹാശസ്സുകളോടെ ജൂബിലി മംഗളങ്ങളോടെ സുപ്പീരിയർ ജനറൽ മദർ ആനി കുര്യാക്കോസ് 1974 ജൂൺ 8 സ്ഥാപിതമായ ഹോളി ഫാമിലി കോൺവെന്റ് മേലാർക്കോട് തൻ്റെ സുവർണ ജൂബിലി വർഷത്തിലൂടെ കടന്നു പോകുന്ന ഈ വേളയിൽ പ്രിയപ്പെട്ട സഹോദരിമാർ എല്ലാവർക്കും സുവർണ ജൂബിലിയുടെ മംഗളാശംസകളും പ്രാർത്ഥനയും സ്നേഹപൂർവ്വം നേരട്ടെ. 50 വർഷങ്ങൾക്ക് മുൻപ് മേലാർക്കോട് പ്രദേശത്ത് ഹോളി ഫാമിലി കോൺവെന്റ് ആരംഭിക്കുമ്പോൾ സിസ്റ്റർ ആനി മത്തേവോസ് ആദ്യത്തെ സുപ്പീരിയറായും സിസ്റ്റർ ഗിസൽഡ ആദ്യത്തെ അധ്യാപികയായും അങ്ങനെ അവർ രണ്ടുപേരും ഉൾപ്പെടെ 5 സിസ്റ്റേഴ്സ് ഉൾപ്പെടുന്ന സമൂഹമായിരുന്നു മേലാർക്കോട് ഹോളി ഫാമിലി കോൺവെൻറ്റിൻ്റെ ആദ്യത്തെ സമൂഹം. അതിനുശേഷം ഇന്നേ വരെ ശുശ്രൂഷ ചെയ്ത എല്ലാ സഹോദരിമാർക്കും അഭിനന്ദനങ്ങളും ആശംസകളും ദൈവാനുഗ്രഹങ്ങളും നന്ദിയും ഈ അവസരത്തിൽ രേഖപ്പെടുത്തട്ടെ. 1974 ജൂൺ 8 മേലാർക്കോട് ഹോളി ഫാമിലി കോൺവെന്റ് വെഞ്ചരിക്കുമ്പോൾ റവറൻ ഫാദർ സെബാസ്റ്റ്യൻ തട്ടിൽ ആയിരുന്നു വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചത്. ഒത്തിരിയേറെ നാട്ടുകാരും വടക്കഞ്ചേരി ഭവനാംഗങ്ങളും ഇടവക ജനങ്ങളും അഭ്യുദയകാംക്ഷികളും തടിച്ചു കൂടിയിരുന്ന ഒരവസരമായിരുന്നു ആ വെഞ്ചരിപ്പിൻ്റെ അവസരം. തങ്ങളുടെ മക്കൾ വിദ്യാഭ്യാസത്തിലും ക്രിസ്തീയ മൂല്യങ്ങളിലും അടിയുറച്ച് വളരുന്നതിന് ഹോളി ഫാമിലി സിസ്റ്റേഴ്സിൻ്റെ സാന്നിധ്യവും അധ്യാപനവും ഏറെ സഹായകരമാകും എന്ന് മനസ്സിലാക്കിയ ഇടവക ജനങ്ങൾ സ്നേഹപൂർവ്വം ഹോളി ഫാമിലി സിസ്റ്റേഴ്സിനെ അധ്യാപന ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് അവിടേക്ക് ക്ഷണിക്കുകയും അവരുടെ അങ്ങോട്ടുള്ള ആഗമനം അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഇതിൻ്റെ പ്രത്യുത്തരമായിട്ടാണ് 1974 ജൂൺ 8 ഹോളി ഫാമിലി കോൺവെന്റ് മേലാർക്കോട്ട് പ്രവർത്തനം ആരംഭിച്ചത്. 50 വർഷം പിന്നിടുമ്പോൾ ഏറെ കുഞ്ഞുമക്കൾ ഈ വിദ്യാലയത്തിലൂടെ കടന്നുപോയി. അവരിന്ന് വളർന്ന് വലുതായി സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി പ്രശോഭിക്കുന്നെന്നത് ഈ വിദ്യാലയത്തിനും അവിടെ ശുശ്രൂഷ ചെയ്ത ഏവർക്കും അഭിമാനകരമായ കാര്യമാണ്. ഹോളി ഫാമിലി കോൺഗ്രിഗേഷൻ്റെ സ്ഥാപക വിശുദ്ധ മറിയം ത്രേസ്യയുടെയും സഹസ്ഥാപകൻ ധന്യൻ ജോസഫ് വിധേയത്തിലച്ചൻ്റെയും പുണ്യപാത കുടുംബ പ്രേക്ഷിതത്വത്തിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് കുടുംബങ്ങളിൽ സമാധാനവും ഐക്യവും ക്രിസ്തീയ മൂല്യങ്ങളും അടിയുറച്ച് വളരുന്നതിനും യുവജനങ്ങൾ ശരിയായ പാതയിലൂടെ നയിക്കുന്നതിനും ഹോളി ഫാമിലി സിസ്റ്റേഴ്സ് ഏറെ സഹായിച്ചിട്ടുണ്ട് എന്ന് നാട്ടുകാർ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇക്കാലം അത്രയും വളരെ വിശ്വസ്തതാപൂർവം ദൈവം തങ്ങളെ ഭരമേൽപ്പിച്ച ഉത്തരവാദിത്വം നിറവേറ്റിയ ഹോളി ഫാമിലി സിസ്റ്റേഴ്സിന് കോൺഗ്രിഗേഷൻ മുഴുവൻ്റെയും അഭിനന്ദനങ്ങളും ആശംസകളും നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കട്ടെ. എല്ലാ ഉപകാരികളെയും അഭ്യുദയകാംക്ഷികളെയും വികാരി അച്ഛന്മാരെയും നാട്ടുകാരെയും ഇടവക ജനങ്ങളെയെല്ലാം സ്നേഹപൂർവ്വം ഓർത്ത് ഈ അവസരത്തിൽ നന്ദി പറയുകയും അവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഹോളി ഫാമിലി കോൺവെന്റ് മേലാർക്കോടിൻ്റെ
സുപ്പീരിയറായിരിക്കുന്ന സിസ്റ്റർ ലിസ മാത്യുവിനും മറ്റ് സഹോദരിമാർക്കും വളരെ പ്രത്യേകമായി ഈ സുവർണ ജൂബിലി വർഷത്തിൻ്റെ എല്ലാ മംഗളാശംസകളും പ്രാർത്ഥനയും നേരുന്നു. കൂടുതൽ ആവേശത്തോടെ, നന്ദിയോടെ, ഉത്സാഹത്തോടെ, വിശ്വസ്തയോടെ ദൈവം തങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിറവേറ്റിക്കൊണ്ട് ജീവിക്കുവാൻ ആവശ്യമായ എല്ലാ കൃപാവരങ്ങളും, അഭിഷേകവും, അനുകൂല സാഹചര്യങ്ങളും, ആയുരാരോഗ്യവും ദൈവം നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി മേലാർക്കോട് ഭവനത്തിന്, ഭവനാംഗങ്ങൾക്ക് സുവർണ ജൂബിലിയുടെ മംഗളാശംസകൾ സ്നേഹപൂർവ്വം. മേലാർക്കോട് ഹോളി ഫാമിലി കോൺവെന്റിന് സ്ഥലം ദാനമായി നൽകിയ ശ്രീ തോമസ് കുറ്റിക്കാടൻ കഴിഞ്ഞകാല സ്മരണകളിലൂടെ. നമസ്കാരം. മേലാർക്കോട് ഒരു കോൺവെന്റ് തുടങ്ങണതിൻ്റെ ആഗ്രഹപ്രകാരം ഞാനും ഫാദർ സെബാസ്റ്റ്യൻ തട്ടിലച്ഛനും കൂടി മണ്ണൂത്തി ജനറലേറ്റിൽ പോവുകയും അവരെ ആ ആവശ്യത പറഞ്ഞ് മനസ്സിലാക്കുകയും അവരെ ക്ഷണിക്കുകയും ചെയ്തു. തുടങ്ങിയത് സെയിന്റ് ആന്റണീസ് LP സ്കൂളിൽ അവർക്ക് 2 സീറ്റ് കൊടുക്കുവാനും കോൺവെന്റ് തുടങ്ങുവാനുള്ള സ്ഥലം, പറമ്പ് ഞാൻ നൽകാമെന്നും പറഞ്ഞാണ് കോൺവെന്റ് തുടങ്ങിയത്. സെയിന്റ് ആന്റണീസ് സ്കൂളിൽ ഒരു ഡിവിഷൻ മാത്രം ഓരോ ക്ലാസ്സും ഓരോ ഡിവിഷൻ മാത്രം ഉണ്ടായിരുന്നത് ഇപ്പോൾ എല്ലാ ക്ലാസ്സും ഈ 2 ഡിവിഷനായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. കൂടാതെ ഇക്കൊല്ലം 5ാം ക്ലാസ്സും തുടങ്ങിയിട്ടുണ്ട്. ഈ സ്കൂൾ തുടക്കത്തിൽ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നത് സിസ്റ്റർ ആനി മത്യൂസ്, സിസ്റ്റർ ഗിസൽഡ, സിസ്റ്റർ സിംബ്രോസ്, സിസ്റ്റർ ടെസ്സി മംഗലൻ എന്നീ സിസ്റ്റേഴ്സ് ആയിരുന്നു. ഈ സ്ഥാപനം ഒരു ഹൈസ്കൂളായി ഉയരട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടാതെ കോൺവെന്റ് ഇടവയ്ക്കും പള്ളിക്കും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സഹായങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. കോൺവെന്റ് ജൂബിലി ആഘോഷത്തിന് സകലവിധ മംഗളങ്ങളും നേരുന്നു. പ്രാർത്ഥനാ ആശംസകളോടെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ റവറൻ ഡോക്ടർ സിസ്റ്റർ പുഷ്പ CHF. അവർണ്ണനീയമായ ദാനത്തിന് ദൈവത്തിന് സ്തുതി. ദൈവാനുഗ്രഹത്തിൻ്റെ നിറക്കതിരുകൾ ഏറ്റുവാങ്ങി 50 വർഷക്കാലം ദൈവം ചെയ്ത അത്ഭുതാവഹമായ മഹനീയ കൃത്യങ്ങൾ നോക്കിക്കാണുവാൻ കർത്താവ് ഒരുക്കിയ വർഷമാണ് ജൂബിലി വർഷം. അതെ, മേലാർക്കോട് എന്ന ദേശത്ത് ഹോളി ഫാമിലി സന്യാസി സമൂഹത്തിൻ്റെ ഒരു ശാഖ സ്ഥാപിതമാകുവാൻ ദൈവ തിരുമനസ്സായതിൻ്റെ ഓർമ്മദിനം 1974 ജൂൺ 8 ഇവിടുത്തെ നല്ലവരായ മനുഷ്യരുടെ മനസ്സിൽ രൂപം കൊണ്ട് അതിൻ പ്രകാരം കുടുംബങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത ഭവനം. ക്രൈസ്തവരും അക്രൈസ്തവരുമായ അനേകം മക്കൾക്ക് ആശയും പ്രതീക്ഷയും പകർന്നു കൊടുക്കുവാനും കാലാകാലങ്ങളിൽ ഇവിടെ ശുശ്രൂഷ ചെയ്ത സഹോദരിമാരിലൂടെ ദൈവം കൃപ നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസ പ്രേക്ഷിതത്വത്തിലൂടെ അനേകം കുട്ടികൾക്ക്, അവരുടെ കുടുംബങ്ങൾക്ക് ദൈവിക അറിവിൻ്റെ, വിശ്വാസ ജീവിതത്തിൻ്റെ ആഴം കണ്ടെത്തുവാൻ ഈ ഭവനം ഇതിൻ്റെ ശുശ്രൂഷ മണ്ഡലങ്ങളിലൂടെ ഇടവരുത്തിയിട്ടുണ്ട് എന്നത് തികച്ചും അഭിമാനാർഹമാണ്. ഈ അവസരത്തിൽ ഈ ഭവനത്തിൽ ശുശ്രൂഷ ചെയ്ത എല്ലാ സഹോദരിമാരെയും നന്ദിയോടെ ഓർക്കുന്നു. ജൂബിലിയുടെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനാപൂർവം ഈ സമയം ഞാൻ ആശംസിക്കുകയാണ്. ഹോളി ഫാമിലി സിസ്റ്റേഴ്സിന് എന്നും എപ്പോഴും കരുതലും പ്രോത്സാഹനവും നൽകിക്കൊണ്ട് ചരിത്രത്തിൻ്റെ വാതിൽ തുറന്ന് ശ്രീ ലോറൻസ് കുറ്റിക്കാടൻ. ഇടവകയിൽ തിരുക്കുടുംബ സന്യാസി സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് 1972 വടക്കഞ്ചേരിയിൽ നിന്ന്
സിസ്റ്റർ ആനി മത്തയൂസ്, സിംബ്രോസമ്മ, ടെസിമംഗലം തുടങ്ങിയവർ ഇവിടെ വരികയും പൊട്ടുപാറക്കളത്തിൽ കുട്ടികൾക്ക് ക്ലാസ്സുകൾ തുടങ്ങുന്ന ചില പ്രവർത്തനങ്ങൾ സമൂഹത്തിൻ്റെ പേരിൽ ആരംഭിക്കുകയും ഒപ്പം തന്നെ തൊട്ടപ്പുറത്ത് കുറ്റിക്കാടൻ ലോനപ്പൻ അന്തോണി സൗജന്യമായി നൽകിയിരുന്ന ഞങ്ങളൊക്കെ 90 കളം എന്ന് പറയുന്നതിൻ്റെ പരിസരത്തുള്ള പ്രദേശത്ത് തിരുക്കുടുംബ മഠത്തിൻ്റെ സ്ഥാപന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അത് 75 ജൂൺ മാസം 8-ാം തീയതിയാണ് സമാപിച്ചത്. 1975 ഡിസംബർ 18-നാണ് പുതിയ മഠത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത്. അന്ന് മുതൽ പ്രവർത്തനങ്ങൾ ഇവിടെ നിന്ന് തന്നെയാണ് തുടങ്ങിയത്. അതിൻ്റെ സുവർണ ജൂബിലി ആഘോഷമാണ് ഈ അവസരത്തിൽ നമ്മുടെ മുമ്പിൽ നിറഞ്ഞു നിൽക്കുന്നത്. ബഹുമാനപ്പെട്ട അഭിവന്യ കൊച്ചുപിരക്കൽ പിതാവ് നവംബർ മാസം 15-ാം തീയതി ഔപചാരികമായി സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ്. ആ സന്തോഷങ്ങൾ പങ്കുവയ്ക്കാനാണ് ഞാൻ ഈ അവസരം വളരെ അഭിമാനത്തോടു കൂടി പങ്കുവയ്ക്കുന്നതിനാണ് ഈ അവസരത്തിൽ ഞാൻ അഭിമാനപൂർവ്വം തയ്യാറെടുത്തത്. തുടർന്ന് ആ മഠം സ്ഥാപിതമായതിനു ശേഷം ഈ ഇടവക മേഖലയിൽ സിസ്റ്റർമാർ എല്ലാ കാര്യങ്ങളിലും സേവനോത്സുകതയോടുകൂടി പ്രവർത്തിക്കാൻ തുടങ്ങി. രോഗികളെ ആശ്വസിപ്പിക്കുക, ദേവാലയത്തിൽ വേണ്ട പുഷ്പാലങ്കൃതമായ രൂപത്തിലുള്ള കുർബാന സന്ദർഭങ്ങളിലും തിരുനാൾ അവസരങ്ങളിലുമൊക്കെ ആ വേദി ഒരുക്കുക എന്നുള്ള ചുമതലകളൊക്കെ അവർ നിർവഹിച്ചിരുന്നു. അതേപോലെ തന്നെ ഓരോ വീടുകളിലും മൃതസംസ്കാര ചടങ്ങുകൾ ഭംഗിയാക്കുന്നതിനും ആ മൃതദേഹങ്ങളെ അലങ്കരിക്കുന്നതിനും അവർ നേതൃത്വം കൊടുത്തിരുന്നു എന്നുള്ളത് വളരെയേറെ സന്തോഷത്തോടു കൂടി ഞാൻ ഓർക്കുകയാണ്. തുടർന്നുള്ള സന്ദർഭങ്ങളിൽ ഈ മേലാളൂർ ഇടവകക്കാർ ഇവിടെ ഉണ്ടായിരുന്ന സെയിൻറ്റ് ആന്റണീസ് LP സ്കൂള് ഈ സിസ്റ്റർമാരുടെ കയ്യിൽ ഏൽപ്പിക്കുന്നതാണ് കുറെ കൂടി നല്ലത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എലുവത്തെങ്കിൽ അച്ഛൻ്റെതായ കാലഘട്ടത്തിൽ 1979 അവരുടെ കരങ്ങളിലേക്ക് ഇത് ഏൽപ്പിച്ചു. ഇന്ന് അത് വളരെ മനോഹരമായിട്ട് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിക്കൊണ്ട് വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ ഈ ഇടവകയിലെ ജനങ്ങൾക്കും എന്തിന് ഈ പരിസരത്തിലെ മറ്റെല്ലാ സമൂഹത്തിൽപ്പെട്ടവർക്കും വളരെ സന്തോഷമുണ്ട്. അവർക്കത് വളരെ പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അത് വിജയകരമായി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ആദ്യമായി മേലാർകോട് സ്കൂളിൽ നിയമനം നേടിയ ഹോളി ഫാമിലി സന്യാസിനി സിസ്റ്റർ ഗിസൽഡ. ഒരു വീട്ടുകാരുടെ വിറക് വിലയും കൊയ്ത് വെക്കുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ കുഞ്ഞു മുറികൾ 2-3 ഉണ്ട്. അതിൽ 1-1.5 കൊല്ലത്തോളം ഞങ്ങൾ താമസിച്ചു. ആദ്യത്തെ ആള് സ്റ്റാഫായിട്ട് വന്നു ഞാൻ, പിന്നെ മേരി മദർ ആനിമത്തേവ്സ്, പ്രായകരാണ് സിംബ്രോസ്, സിസ്റ്റർ ടെസിമംഗലം, ഞാൻ അങ്ങനെ 4 ആളാണ് ആദ്യം തുടങ്ങിയത്. സെന്റ് ആന്റണീസ് ഫൊറോന ദേവാലയത്തിൻ്റെ ഇപ്പോഴത്തെ വികാരിയും ഈ മഠത്തിൻ്റെ കപ്ലോനുമായ ബഹുമാനപ്പെട്ട ഫാദർ സേവ്യർ വളയത്തിലച്ചൻ ആശംസകൾ നേർന്നുകൊണ്ട് പാലക്കാട് ക്രൈസ്തവ വിശ്വാസി സമൂഹത്തിൻ്റെ പാരമ്പര്യം ഉറങ്ങുന്ന മേലാർക്കോട് ഇടവകയിൽ നീണ്ട 50 വർഷത്തെ ശുശ്രൂഷകൾ പൂർത്തിയാക്കുന്ന ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിന് സുവർണ ജൂബിലിയുടെ എല്ലാവിധ ആശംസകളും ഇടവക വികാരി എന്നുള്ള നിലയിൽ ഞാൻ ഏറ്റവും സന്തോഷത്തോടു കൂടി നേരുകയാണ്. 2023 നവംബർ 18 കോൺവെന്റിൽ വെച്ച് നടത്തപ്പെടുന്ന ജൂബിലി ആഘോഷ പരിപാടികൾ എല്ലാം അനുഗ്രഹപ്രദമാകട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. ആ പരിപാടിയിൽ പങ്കുചേരാൻ ഞാനും ഉണ്ടായിരിക്കും, നിങ്ങളും വരുമല്ലോ. ഹോളി ഫാമിലി മഠത്തിലെ ആദ്യകാല സഹോദരിമാരിലൊരാൾ സിസ്റ്റർ ടെസി മംഗലൻ. മേലാർക്കോട് മഠത്തിൻ്റെ ജൂബിലി അല്ലേ
ഉച്ചയ്ക്കുള്ള ചോറും കൊണ്ട് പോകും. ഇവിടെ ബ്ലെൻഡിനമ്മ ഞങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടാക്കി തരാൻ പറ്റുമോ അതൊക്കെ ഉണ്ടാക്കി തന്ന് വിടും. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ആ തോമാസിൻ്റെ നെല്ല് കൊയ്ത് വയ്ക്കുന്ന കളയില്ലേ, ആ കളത്തിൽ താമസാക്കി. അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിശേഷങ്ങളുണ്ടായിരുന്നു. ഇടയ്ക്ക് എലികൾ വന്ന് ഞങ്ങളെ ശല്യം. അതിന് എലിയുടെ ശല്യമില്ലാണ്ടിരിക്കാൻ എന്ത് ചെയ്യുന്നറിയാം? ചെരുപ്പ് കടിക്കാണ്ടിരിക്കാൻ ആദ്യം ചെയ്യുന്ന പണി രാത്രി കിടന്നുറങ്ങുമ്പോൾ ചെരുപ്പ് കാലും വിട്ട് ഞങ്ങൾ കിടന്നു. അപ്പോൾ എലി വന്ന് കടിച്ചാൽ അറിയും, ഉടനെ കാലിട്ട് അനിക്കുക, എലി ഓടിക്കൊടുക്കും. അല്ലെങ്കിൽ നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോൾ ചെരുപ്പിൻ്റെ പകുതി എലി കടിച്ചു കൊടുത്തിട്ടുണ്ടാവും. അത് തന്നെയല്ല, അവിടെ പാമ്പിൻ്റെ ശല്യം വല്ലാത്ത ശല്യം. ആ തോമാസിൻ്റെ കളത്തിൽ ഇടയ്ക്ക് പാമ്പും അണലിപ്പാമ്പും ഒക്കെ ഇടയ്ക്ക് ഇഴഞ്ഞു വരും. അപ്പോൾ ഈ പാമ്പിനൊരു പ്രത്യേകതയില്ല, അവിടങ്ങളിൽ പാമ്പ് ശബ്ദമുണ്ടാക്കിയിട്ട് വരും. ഒരു തരം വിസിലടിച്ച് പാമ്പ് വരും. അപ്പോഴേക്കും ഞാൻ സിംബ്രോസമ്മേനെ വിളിക്കും. സിംബ്രോസമ്മ കൈയടിച്ച് വഴിക്കോടെ പോണവരെയും നാട്ടുകാരെയൊക്കെ വിളിച്ചു വരുത്തും. എന്നിട്ട് എല്ലാവരും ഓടിയെത്തി വരുമ്പോഴേക്കും പാമ്പുകൾ ഒക്കെ പോയിട്ടുണ്ടാവും. അത് തന്നെയല്ല, അവർക്ക് നാട്ടുകാർക്കൊരു പ്രത്യേക സ്നേഹമാണ്. ആ ഇടവക്കാരെല്ലാവരും ഞങ്ങളോട് ഒരുപാട് ഇഷ്ടത്തിലായിരുന്നു. അവരുടെ വീടുകളിലെ പലഹാരം ഉണ്ടാക്കിയാൽ അത് ആദ്യം എന്നീ സിംബ്രോസമ്മേനെ കൊണ്ടുവന്നിരിക്കും. അതാണ് അവരുടെ ഏറ്റവും വലിയ ഇഷ്ടം. ഞങ്ങൾക്കും അങ്ങനെ തന്നെ അവരോട്. ഞങ്ങളൊരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ്. ഒരുപാട് കൂടപ്പുറത്ത് സ്നേഹത്തിലാണ് കഴിഞ്ഞത്. ഇടവയിലുള്ള ഓരോ വീടുകളിലും ഞാൻ സന്തോഷം പോകും. അതുപോലെ തന്നെ അവർ ഇവിടെ വരും, ഞങ്ങളുടെ സുഖം ക്ഷേമമൊക്കെ അന്വേഷിക്കും. അത് തന്നെയല്ല, സന്തോഷമിക്ക് ഒരു പ്രത്യേക സ്നേഹമായിരുന്നു എന്നോടും. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. ഹോളി ഫാമിലി മഠത്തിൻ്റെ തൊട്ടടുത്ത അയൽവാസിയായ പാലക്കാട് രൂപതയിലെ യുവപുരോഹിതൻ ഫാദർ എബി പുറത്തൂർ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആദ്യമേ തന്നെ ഗോൾഡൻ ജൂബിലിയുടെ നിറവിലായിരിക്കുന്ന മേലാർക്കോട് ഹോളി ഫാമിലി സന്യാസ സമൂഹത്തിനും അവിടെയുള്ള ഓരോ അംഗങ്ങൾക്കും ജൂബിലിയുടെ എല്ലാവിധ ആശംസകളും സ്നേഹത്തോടുകൂടെ നേരുകയാണ്. ഓരോ ജൂബിലിയും ദൈവം കഴിഞ്ഞുപോയ വർഷക്കാലങ്ങളിൽ തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനും ഒപ്പം വരും വർഷത്തേക്ക് കൂടുതൽ ദൈവത്തോട് ചേർന്ന് നിന്ന് എങ്ങനെ പ്രവർത്തിക്കാമെന്ന് സ്വയം ചിന്തിക്കാനും വിലയിരുത്താനും നമ്മെ തന്നെ നവീകരിക്കാനുമുള്ള അവസരങ്ങളാണ്. കഴിഞ്ഞുപോയ 50 വർഷക്കാലം പ്രത്യേകിച്ച് ഈ സന്യാസ സമൂഹത്തിലൂടെ ഈ ഇടവകയ്ക്കും ഈ നാടിനും ഒത്തിരിയേറെ ദൈവാനുഗ്രഹങ്ങളും ദൈവത്തിന്റെ സ്നേഹവും കരുണയും ഒക്കെ അനുഭവിക്കുവാൻ ഇവിടെയുള്ള ഈ സിസ്റ്റേഴ്സിന്റെ പ്രവർത്തനത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. അത് തീർച്ചയായും അനേകര് ഈശോയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അനേകര് ഇവരുടെ സ്നേഹവും വാത്സല്യവും സാന്ത്വനങ്ങളും ഒക്കെ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഇടവകയുടെ ആത്മീയ വളർച്ചയിൽ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന് വലിയൊരു പങ്കുണ്ട്. അവരത് കഴിഞ്ഞുപോയ 50 വർഷക്കാലം അത് വളരെ മനോഹരമായി ചെയ്തതിന്റെ പരിണിത ഫലങ്ങളാണ് നമ്മളിന്നിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ നാളിതുവരെ അവർ ചെയ്ത എല്ലാ ആത്മീയ ശുശ്രൂഷകൾക്കും അവരുടെ പ്രവർത്തനങ്ങളിലൂടെ, ആധ്യാത്മികവും ഭൗതികവുമായ അവരുടെ പ്രവർത്തനങ്ങളിലൂടെ അവര് ഈ ഇടവക സമൂഹത്തെയും ഈ നാടിനെയും വളർത്തിയതിന് അതിനുള്ള അവരോടുള്ള തിരിച്ചുള്ളൊരു സ്നേഹപ്രകടനമാണ് പ്രത്യേകിച്ച് ഈ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് നമ്മൾ പ്രകടിപ്പിക്കുന്നത്. ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ അവരുടെ ജൂബിലിയുടെ നിറവിൽ ഇടവക സമൂഹത്തോട് ഒരുമിച്ച് ചേർന്ന് എല്ലാവിധ ആശംസകളും നന്ദിയും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഓർമ്മയിൽ നിന്ന് ഹോളി ഫാമിലി ഭവനത്തെക്കുറിച്ച് മാത്തിരി. നമ്മുടെ ഇടവകയിൽ 50 വർഷക്കാലമായി വിശുദ്ധ മറിയം തെരേസയുടെ മാതൃക സ്വീകരിച്ചുകൊണ്ട് ഹോളി ഫാമിലി സന്യാസ സമൂഹം സേവനം അനുഷ്ഠിച്ചു വരുന്നു. വിദ്യാഭ്യാസ രംഗത്ത് സുസ്ഥിരമായ സേവനം അനുഷ്ഠിക്കുന്നതിന് പുറമെ ഇടവക സമൂഹത്തിന്റെ ആത്മീയമായ വളർച്ചയിലും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് പ്രധാന പങ്ക് വഹിക്കുന്നു.
ജാതിമത ഭേദമന്യേ ഈ നാട്ടിലെ ആളുകളുടെ അത്യാവശ്യ കാര്യങ്ങൾ മനസ്സിലാക്കി അവരെ സഹായിക്കുന്നതിനും ഇവർ വളരെ ഉത്സുകരാണ്. അതിനാൽ തന്നെ ഹോളി ഫാമിലി സന്യാസ സമൂഹത്തിന് ഇനിയും കൂടുതൽ കാലം ഇടവകയെയും നാട്ടുകാരെയും ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യേകമായി ആശംസിക്കുന്നു. മേലാർഹോഡ് ഭവനത്തെക്കുറിച്ചുള്ള പൂർവ്വകാല സ്മരണകൾ അയവിറക്കിക്കൊണ്ട് സിസ്റ്റർ ലിജി ചക്യാത്ത്. വളരെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ ദൈവവിളി തിരിച്ചറിഞ്ഞ് അതിനോടുള്ളൊരു ആഭിമുഖ്യം എന്നിൽ വളർത്തിയതും അതിനെ കരുതലോടെ പരിപാലിച്ചു കൊണ്ടുവന്നതും ബഹുമാനപ്പെട്ട ഹോളി ഫാമിലി സിസ്റ്റേഴ്സാണ്. കുട്ടിക്കാലത്ത് ഞങ്ങൾ ഈ കോൺവെന്റിൻ്റെ അകത്തും അതിൻ്റെ പറമ്പിലൊക്കെ ആയിട്ട് ഓടിക്കളിച്ച് നടന്നപ്പോൾ ഞങ്ങളെ സ്നേഹത്തോടെ സ്വന്തം മക്കളെ പോലെ ചേർത്ത് നിർത്തി ശാസിച്ച് വളർത്തിയതൊക്കെയാണ് ഇന്നും ഈ സന്യാസത്തിൽ സന്തോഷത്തോടെ ജീവിക്കുവാൻ, സന്യാസത്തിലേക്ക് പേടിയില്ലാതെ തീഷ്ണതയോടെ കടന്നു വരാനൊക്കെ എന്നെ സഹായിച്ചത്. എന്നെ പഠിപ്പിച്ചു വളർത്തിയ എല്ലാ ഹോളി ഫാമിലി സിസ്റ്റേഴ്സിനെയും നന്ദിയോടെ ഈ സമയം ഓർക്കുന്നു. വളരെ പ്രത്യേകമായി ഈ സമയം ഈ കോൺവെന്റിലായിരിക്കുന്ന എല്ലാ ഹോളി ഫാമിലി സിസ്റ്റേഴ്സിനും സുവർണ ജൂബിലിയുടെ ആശംസകൾ സ്നേഹത്തോടെ നേർന്നുകൊള്ളുന്നു. ഇപ്പോഴത്തെ ഇടവകയുടെ കൈക്കാരൻ തൈക്കാടൻ ജോഷി തൻ്റെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട്. എൻ്റെ പേര് ജോഷി, തൈക്കാടൻ ഹൗസ്, RC സ്ട്രീറ്റ്, മേലാർകോട്. ഞാൻ ഈ മേലാർകോട് പള്ളിയിലെ 2ാം കൈക്കാരനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഹോളി ഫാമിലി കോൺവെൻറ്റ് മേലാർകോടിൻ്റെ ഒരു പ്രത്യേക അനുഭവം എന്ന് വെച്ചാൽ ഏതാണ്ട് 50 കൊല്ലത്തോളമായി. ഏതാണ്ട് ഞാൻ ജനിച്ചതിൻ്റെ 1 വർഷം മുമ്പാണ് ഈ കോൺവെൻറ്റ് ഇവിടെ തുടങ്ങിയത്. അന്നു മുതൽ ഇന്ന് വരെയുള്ള ഈ കോൺവെൻറ്റിൻ്റെ സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ വളരെ പ്രശംസ അർഹിക്കുന്നതാണ്. ഈ 50 വർഷത്തെ എൻ്റെ ജീവിതത്തിലും ഈ കോൺവെൻറ്റുമായി സഹകരിച്ച ഒരുപാട് സന്നദ്ധ പ്രവർത്തനങ്ങൾ, സേവന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് അനുഭവപ്പെടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ ഇടവകയുടെ പേരിലുള്ള സ്കൂള് ആ സിസ്റ്റേഴ്സ്, അതായത് ഹോളി ഫാമിലി കോൺവെൻറ്റ് ഏറ്റെടുത്തിട്ട് വളരെ ഭംഗിയായിട്ട് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളുള്ള LP സ്കൂളായി, ഈ പരിസരത്തുള്ള ഏറ്റവും വലിയ LP സ്കൂളായി മാറിയിരിക്കുകയാണ്. അത് വളരെ മറ്റുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാതൃക പകരുന്നതാണ്. ഇനിയും മേലിൽ ഈ ഹോളി ഫാമിലി കോൺവെൻറ്റ് അഭിവൃദ്ധിയിലേക്ക്, സാമൂഹിക സേവന ആത്മീയ പ്രവർത്തനങ്ങളിൽ വളർന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. തൻ്റെ ജീവിതത്തെ സ്വാധീനിച്ച ഹോളി ഫാമിലി മഠം വിദ്യാലയം സിസ്റ്റേഴ്സ്, ശ്രീ പ്രജീഷ് ചെരുപറമ്പിൽ. നമസ്കാരം, ഞാൻ പ്രജീഷ് ചെരുപറമ്പിൽ. ഏകദേശം 45 വർഷങ്ങൾക്ക് മുൻപുള്ള ദാരിദ്ര്യം നിറഞ്ഞ ആ കുട്ടിക്കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ സന്തോഷം നിറഞ്ഞ ഓർമ്മകളിൽ നിറയുന്നത് എപ്പോഴും പുഞ്ചിരിയോടെ ഞങ്ങളെ കാണുവാനും ആശ്വസിപ്പിക്കാനുമെല്ലാം എത്തുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ തന്നെയാണ്. പാവപ്പെട്ടവരെ സഹായിക്കുവാനും കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള ദൈവത്തിൻ്റെ ശുശ്രൂഷകരായി അന്നത്തെ സിസ്റ്റർമാർ എല്ലാ വീടുകൾ തോറും എത്തുമായിരുന്നു. വിശേഷ ദിവസങ്ങളിലും അല്ലാതെയും വസ്ത്രങ്ങളും പലഹാരപ്പൊതികളുമായി അവർ എത്തുന്നത് ഞങ്ങൾക്കെല്ലാം സന്തോഷം നിറഞ്ഞ ഓർമ്മകൾ തന്നെയായിരുന്നു. 1ാം ക്ലാസ്സിൽ ആദ്യാക്ഷരങ്ങൾ പഠിപ്പിച്ചു വന്ന സിസ്റ്റർ ബെർട്ടീന 2ാം ക്ലാസ്സിൽ വെച്ച് സ്വാതന്ത്ര്യദിന പ്രസംഗം പഠിപ്പിക്കുകയും നന്നായി പറഞ്ഞതിന് ഒരു വയലറ്റ് കുതിര സമ്മാനവും തന്ന സിസ്റ്റർ ആൻസീന തുടർന്നുള്ള കുറേ വർഷങ്ങളിൽ രൂപതാ മത്സരങ്ങൾക്കെല്ലാം എന്നെ ഒരുക്കുകയും കൂടെ കൊണ്ടു നടന്ന് പല മത്സരങ്ങളിലും സമ്മാനങ്ങൾ നേടുവാൻ പ്രയത്നിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും പാവപ്പെട്ടവർ സഹായിക്കുമ്പോൾ ഈശോയെ തന്നെയാണ് സന്തോഷിപ്പിക്കുന്നത് എന്നുമെല്ലാം എനിക്ക് പഠിപ്പിച്ചു തന്ന, ഞാൻ മാതൃതുല്യം സ്നേഹിക്കുന്ന സിസ്റ്റർ സാംസൺ, പഠനത്തിനാവശ്യമായ സാമ്പത്തിക സഹായം തന്നിരുന്ന സിസ്റ്റർ ഗിസൽഡ, സിസ്റ്റർ പ്രകാശ്, അങ്ങനെ എത്ര സുമനസ്സുകൾ. അന്ന് അവർ ജനിച്ചു വളർന്ന സാഹചര്യത്തെക്കാൾ കഷ്ടത നിറഞ്ഞ പാലക്കാട് രൂപതയിൽ സേവനം ചെയ്യുവാൻ ഇറങ്ങിത്തിരിച്ച എല്ലാവരെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ഇന്നിപ്പോൾ ആ സേവന പരമ്പര നീണ്ട 49 വർഷങ്ങൾ പിന്നിട്ട് ഗോൾഡൻ ജൂബിലിയിലേക്ക് എത്തിയിരിക്കുന്നു. മേലാർകോടിലെ തിരുക്കുടുംബ സമൂഹം സ്ഥാപിതമായ 1974 തന്നെ ഒരു വെളിപ്പാടകലെ ഞാനും മേലാർകോട് തന്നെ ജനിച്ചു എന്നത് തികച്ചും യാദൃച്ഛികം. ഈ സമൂഹത്തിൽ മുൻഗാമികൾ ചെയ്തിരുന്ന പോലെ എല്ലാവർക്കും നന്മ ചെയ്തുകൊണ്ട് എല്ലാവരുടെയും മനസ്സിൽ ഈശോയുടെ തിളങ്ങുന്ന പ്രകാശം പരത്തുവാൻ തുടർന്നും ഇവർക്ക് സാധിക്കുമാറാകട്ടെ. ഏവർക്കും ഗോൾഡൻ ജൂബിലി ആശംസകൾ ആത്മാർത്ഥമായി നേരുന്നു. ഓർമ്മയിൽ നിന്നുള്ള ഒരു ഇൻ്റർവ്യൂ. കുറ്റിക്കാടൻ ഫിലോമിന അമ്മാമ്മയും കൊച്ചുമോളും. അമ്മാമ്മക്ക് സുഖാണോ? സുഖമായിട്ടിരിക്കുന്നു. അങ്ങനെ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? എല്ലാം ഉണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല.
പള്ളിയിലൊക്കെ പോകാൻ പറ്റുന്നുണ്ടോ? പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല, പള്ളി നടക്കാൻ പറ്റാത്ത. അപ്പൊ ഇന്നും പള്ളി പോയിട്ടുണ്ടായിരുന്നോ? പള്ളിയിൽ ഇപ്പോൾ കുറച്ചായിട്ട് പോയിട്ടില്ല. കുറച്ചുമായിട്ട് പോയിട്ടില്ല. ഞാൻ പണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു അല്ലേ? പണ്ട് ദിവസം പോയിട്ടായിരുന്നു. പണ്ട് ദിവസവും പോയിട്ടുണ്ടായിരുന്നു. പണിക്ക് പോകുന്ന സമയത്തൊന്നും പോകാൻ പറ്റില്ല. ഇപ്പോൾ പള്ളിൻ്റെ പണി നിർത്തി വെച്ചിട്ടാണ് ദിവസേനൊക്കെ പള്ളിയിൽ പോയി ഉണ്ടായപ്പോൾ പോകുന്നില്ല. പള്ളിയിൽ പോയില്ല ഇല്ല. അപ്പൊ അമ്മാക്ക് ഇപ്പൊ എത്ര വയസ്സായി? വയസ്സായി 10-88 വയസ്സായി. 10-88 വയസ്സായി. അപ്പൊ എത്ര ഇവിടെ നേരത്തെ ഇവിടെ ഉള്ളതല്ലല്ലോ, അമ്മമ്മയെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നതല്ലേ? അപ്പൊ എത്ര നാളായിട്ടുണ്ടാവും ഇപ്പൊ ഈ നാട്ടില് വന്നിട്ട്? ഒരു 10-70 കൊല്ലമൊക്കെ ആയില്ലേ? അപ്പൊ വരുന്ന സമയത്ത് ഈ നാട് ഈ സ്ഥലമൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നോ? ഇങ്ങനെ തന്നെ 2 അങ്ങാടിയൊക്കെ ആയിട്ട് തന്നെയായിരുന്നു? ഇങ്ങനത്തെ അടുത്തടുത്ത് വീടുകളായിരുന്നു. പക്ഷെ വീടുകളൊക്കെ ഇങ്ങനെ ഓട്ട് വീടുകളായിരുന്നു. ഓട്ട് വീട്, പട്ടപ്പരയും ഓട് വീടുകളും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ പള്ളിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ഇവിടെ മഠം ഉണ്ടായിരുന്നോ? അമ്മാവ് വരുന്ന സമയത്ത് മഠല്ലേ? പിന്നെയാണ് സ്ഥലമൊക്കെ വാങ്ങിച്ച് മഠമൊക്കെ വാങ്ങിച്ച് ഇപ്പൊ ഉള്ള സ്ഥലത്ത് തന്നെയായിരുന്നു. പണ്ട് മുതലേ മഠം ഇപ്പൊ ഉള്ള സ്ഥലത്ത് തന്നെയായിരുന്നു ഇപ്പൊ ഉള്ളത്. ഇവിടെ തന്നെയായിരുന്നു മഠം. അപ്പോൾ അന്ന് മുതലേ സിസ്റ്റേഴ്സ് ഇവിടെ പള്ളിയിൽ ശുശ്രൂഷിക്കും സേവനങ്ങൾക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു. മഠം തുടങ്ങിയൊക്കെ ഇപ്പൊ ഉണ്ടായിരുന്നു. വീടുകളിലേക്ക് വരികയും സംസാരിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? സഹായങ്ങൾക്കൊക്കെ എപ്പോഴും മഠം ഇവിടെ ഉണ്ടായിരുന്നു അല്ലെ? നമ്മുടെ എന്തെങ്കിലും ഒരു ആവശ്യത്തിനും എല്ലാം സഹായിക്കാനൊക്കെ ആയിട്ട് മഠം ഇവിടെ ഉണ്ടായിരുന്നു. പള്ളിയിലെ കാര്യങ്ങളും എല്ലാം സിസ്റ്റേഴ്സ് തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെ? സുവർണ ജൂബിലിയോടനുബന്ധിച്ച് ആശംസകൾ സംസാരിച്ച എല്ലാ സ്നേഹ സ്വന്തങ്ങൾക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ ഒപ്പിക്കുന്നു.